ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഇതര സംസ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെ പഠിക്കാൻ വിടുന്നത്. അവർ തിരിച്ച് ചേതനേറ്റ മൃതദേഹമായി വരുമ്പോൾ, ചേതനേറ്റ മനുഷ്യരായി വരുമ്പോൾ ആ കുടുംബത്തിന് താങ്ങാവുന്നതിലേറെയാണ്. ഇത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ദുരിതം ഇതുകൊണ്ട് തീരുന്നില്ല. മറ്റൊരു ദുരിതത്തിലേക്കാണ്. മൈസൂരുവിലെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലുകളിൽ വിളമ്പുന്നത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണമെന്ന് പരാതി. കോഴിക്കറിയിൽ തൂവലും ചോരയും, ചപ്പാത്തിയിൽ പ്ലാസ്റ്റിക്കും ലഭിക്കാറുണ്ടെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ചോറിൽ പാറ്റയെ കണ്ടെത്തിയെന്നും പരാതിയുണ്ട്. മെസ് ഫീയായി പ്രതിവർഷം 80,000 രൂപ വാങ്ങിയിട്ടും വൃത്തിഹീനമായ ഭക്ഷണം നൽകുന്നതിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലാണ്. നഴ്സിംഗ് ഹോസ്റ്റലുകളിൽ ഭക്ഷണം എത്തിക്കുന്ന ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന മലയാളി സ്ഥാപനം വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണമാണ്. ചിക്കൻ കറിയിൽ നിന്ന് കോഴിത്തൂവലും ചോരയും, ചപ്പാത്തിയിൽ നിന്ന് പ്ലാസ്റ്റിക്കും പാറ്റയെയും കിട്ടിയിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ പലതവണ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികൾ മെസ് നടത്തിപ്പുകാരായ മലയാളികളോട് സംസാരിക്കുന്നതിന്റെ ഫോൺ രേഖകളും പുറത്തു വന്നു. അല്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് റെഡിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് സാധനം മേടിച്ചു, ആ സാധനത്തിന് അങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിന്നാ മതി. അല്ല, ഒരു പ്രശ്നമില്ല, നിങ്ങൾ എന്താ വിഷയം ചെയ്തോ. മൈസൂരുവിലെ 5 കോളേജുകളിലേക്കാണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന സ്ഥാപനം ഭക്ഷണം നൽകുന്നത്. 5 കോളേജുകളിലെ വിദ്യാർത്ഥികളും പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് 80,000 രൂപ മെസ് ഫീസ് നൽകിയാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. ഇന്റേണൽ മാർക്കിനെ ബാധിക്കുമെന്നതിനാൽ കുറച്ചു കാലമായി അവഗണന സഹിക്കുകയായിരുന്നു എന്നും പറയുന്നു. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് പല വിദ്യാർത്ഥികൾക്കും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.